നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ഒറ്റ രാത്രി കൊണ്ട് കുത്തനെ വർദ്ധിച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സ്ഥിതി അതീവ രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ രാജ്യങ്ങൾ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. തുടർച്ചയായി 5-ാം ദിവസവും ഇറാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള നഗരങ്ങളിലും തുറമുഖങ്ങളിലും അമേരിക്ക വ്യോമാക്രമണം തുടരുകയാണ്. കനത്ത നാശനഷ്ടമാണ് ഇറാന് സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇത്തവണത്തെ അമേരിക്ക നടത്തുന്ന ഈ ഒരു ആക്രമണം പൂർണ്ണമായും ഇറാന്റെ നാശം കണ്ടതിന് ശേഷം മാത്രമേ അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് പല യുദ്ധവിദഗ്ധരും വിലയിരുത്തുന്നത്. ഇറാന്റെ സൈന്യത്തെ ആക്രമിച്ച് തീവ്രവാദി ഗ്രൂപ്പുകളെ ഇളക്കിവിടാൻ അമേരിക്കൻ ശ്രമമെന്ന ആരോപണവുമായിട്ടാണ് ഇറാൻ രംഗത്ത് വരുന്നത്. ഒപ്പം ഇറാൻ ഷെഹറിൽ 7 സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ നിലയിലാണ് അമേരിക്കയുടെ നീക്കമെങ്കിൽ ലോകത്തെ എണ്ണ ഗ്യാസ് നീക്കം സ്തംഭിപ്പിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെക്കൻ ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ 30 സാധാരണക്കാരും 7 സൈനികരും കൊല്ലപ്പെട്ടതോടെ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാവുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് ഇറാനെ ഒരു വാർണിംഗ് നൽകിയിട്ടുണ്ട്. ഇറാൻ മര്യാദയ്ക്ക് പെരുമാറുന്നതാണ് അവർക്ക് നല്ലത്. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും അനിശ്ചിതത്വത്തിലേക്കും യുദ്ധഭീതിയിലേക്കും തള്ളിവിട്ടുകൊണ്ട് ഇറാന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ കടുത്ത മുന്നറിയിപ്പാണിത്. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്കും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും നേരെ ബുധനാഴ്ച അമേരിക്ക പുതിയൊരു ഘട്ടം വ്യോമാക്രമണം അഴിച്ചുവിട്ടതിന് പിന്നാലെയാണ് ട്രംപ് തന്റെ നിലപാട് പരസ്യമാക്കിയിരിക്കുന്നത്. സമാധാന ചർച്ചകളിലേക്ക് ഇറാൻ ഉടൻ മടങ്ങിയെത്തിയില്ലെങ്കിൽ രാജ്യം കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് വാഷിംഗ്ടണിൽ നിന്നുള്ള മുന്നറിയിപ്പ്. അടുത്ത ആഴ്ച നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ രാജ്യത്തെ പ്രധാന പാലങ്ങളും വൈദ്യുതി നിലയങ്ങളും ആക്രമിക്കുമെന്ന ഭീഷണിയും ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാൻ ഇപ്പോൾ ഒട്ടും സന്തോഷത്തിലല്ലെന്നും പ്രതിരോധ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് പറഞ്ഞു. തങ്ങളുമായി ഒരു കരാറിലെത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വഴങ്ങാത്ത പക്ഷം ഇറാനെ പൂർണ്ണമായും തകർത്ത് കളയണോ അതോ കരാർ ഉണ്ടാക്കണോ എന്ന് അമേരിക്ക തീരുമാനിക്കുമെന്നാണ് ട്രംപ് സ്വരം ഘടിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ആക്രമണത്തിൽ ഇതുവരെ 35 പേർ കൊല്ലപ്പെട്ടെന്നാണ് വിവരം. 300ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ നിലയങ്ങൾ, ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെ ആക്രമണം തുടരുകയാണ്. ഗൾഫ് മേഖലകളിലും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാനും ആക്രമണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ മാസം ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ താൽക്കാലിക ധാരണകൾ പൂർണ്ണമായും തകിടം മറിച്ചാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും ആയുധ ശബ്ദം മുഴങ്ങുന്നത്. ഹോർമുസ് സമുദ്രസന്ധിയിലൂടെ പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് ഭീഷണിയാകുന്ന ഇറാന്റെ ആക്രമണശേഷി നശിപ്പിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും അമേരിക്കൻ സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഇറാന്റെ തുറമുഖങ്ങൾ അടച്ചുകൊണ്ട് നവീകരിച്ച നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച ഒരു ഇറാനിയൻ കപ്പലിന് നേരെയും അമേരിക്കൻ സേന വെടിയുതിർക്കുകയും ചെയ്തു. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ നിലപാടിനോട് കടുത്ത ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചത്. ഈ കരാർ കൊണ്ട് തങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലെങ്കിൽ അത് തുടരേണ്ട യാതൊരു ആവശ്യവും ഇറാന് മുന്നിലില്ലെന്നും ഇറാന്റെ പരമോന്നത ചർച്ചാ പ്രതിനിധിയായ മുഹമ്മദ് ബാക്കർ ഗാലിബാഫ് പറഞ്ഞു. അമേരിക്കയുമായുള്ള പോരാട്ടം ഇറാന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്നും സമാധാന ചർച്ചകളും യുദ്ധവും ഒരുപോലെ തങ്ങളുടെ പ്രതിരോധ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും ഗാലിബാഫ് ഇറാനിയൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ബഹ്റൈനിലെയും കുവൈറ്റിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തങ്ങൾ തിരിച്ചടി നൽകിയതായും ഇറാൻ സൈന്യവും അവകാശപ്പെട്ടു. മേഖലയിൽ സംഘർഷം തുടരുന്ന 5-ാം ദിവസമാണ് ഇരുപക്ഷവും പരസ്പരം വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. സമുദ്രസന്ധിയിലൂടെ തങ്ങളുടെ അധികാര പരിധി സംരക്ഷിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണെന്നും ഇറാൻ അടിവരയിട്ട് പറയുന്നു. അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ബുധനാഴ്ച പകൽ സമയത്ത് 2 ഘട്ടങ്ങളായാണ് ഇറാനിൽ US ആക്രമണം നടത്തിയത്. ഹോർമുസ് സമുദ്രസന്ധിയിലെ തന്ത്രപ്രധാനമായ ഗ്രേറ്റർ ടുനൂൺ ദ്വീപിലെ ക്രൂയിസ് മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും തീരദേശ പ്രതിരോധ സംവിധാനങ്ങളും ലക്ഷ്യമിട്ട
90 മിനിറ്റ് നീണ്ട ശക്തമായ ആക്രമണം നടന്നു. അതിനുശേഷം ഇറാന്റെ കമാൻഡ് സെന്ററുകളും എയർ ഡിഫൻസ് സൈറ്റുകളും തകർത്തതായി സെൻകോം അറിയിച്ചു. ഇറാന്റെ പ്രധാന തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസ്, ചബഹാർ എന്നിവിടങ്ങളിലെ റഡാർ സംവിധാനങ്ങളും സമുദ്ര നിരീക്ഷണ കേന്ദ്രങ്ങളും അമേരിക്കൻ വ്യോമസേന തകർത്തെറിഞ്ഞു. തുറമുഖ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച നിരവധി ചരക്ക് കപ്പലുകളെ അമേരിക്കൻ നാവികസേന വഴിതിരിച്ചു വിടുകയും ചെയ്തു. ഇതോടെ പേർഷ്യൻ ഗൾഫിലൂടെയുള്ള സാധാരണ കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കൻ ഉപരോധത്തിനും വ്യോമാക്രമണത്തിനുമെതിരെ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെയും അവരുടെ സഖ്യരാഷ്ട്രങ്ങളുടെയും സാമ്പത്തിക താൽപര്യ സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മറ്റ് എണ്ണവാതക കയറ്റുമതി പാതകളും പൂർണ്ണമായും അടച്ചുപൂട്ടാൻ തങ്ങൾ നിർബന്ധിതരാകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇത് നടപ്പിലാക്കിയാൽ ആഗോള ഊർജ്ജ വിപണിയിൽ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ട്രംപിന്റെ കടുത്ത നിലപാടുകളും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നും ഭീഷണിയും അന്താരാഷ്ട്ര തലത്തിൽ വൻ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ജനവാസ കേന്ദ്രങ്ങളെയും സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം യുദ്ധക്കുറ്റമാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ മേധാവി വോൾക്കർ തുർക്ക് മുമ്പ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ വിമർശനങ്ങൾക്കൊന്നും വഴങ്ങാതെ ഉപരോധം കർശനമാക്കാനാണ് ട്രംപിന്റെ തീരുമാനം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിലെ ഈ പോരാട്ടം ആഗോള സമ്പദ് വ്യവസ്ഥയെയും കടുത്ത പ്രതിസന്ധിയിലാഴ്ത്തുന്നു. എണ്ണക്കപ്പലുകളുടെ നീക്കം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുകയാണ്. നയതന്ത്ര തലത്തിൽ ചർച്ചകൾ പുനരാരംഭിച്ചില്ലെങ്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ പശ്ചിമേഷ്യ ഒന്നാകെ വിഴുങ്ങുന്ന ഒരു വൻ യുദ്ധത്തിലേക്ക് വഴിമാറുമെന്ന ഭീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോഴുള്ളത്.